നല്ലൊരു സൺഡേ ആയിട്ട് പകല് മുഴുവൻ മടി പിടിച്ചിരുന്നിട്ട് വൈകുന്നേരം എങ്കിൽ പുറത്തേക്കൊന്ന് ഇറങ്ങിയേക്കാം എന്ന് വിചാരിച്ചിറങ്ങിയപ്പോൾ ദേ ഇടിച്ചു കുത്തി മഴ പെയ്യുന്നു. വഴി നന്നായിട്ട് കാണാമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും നോക്ക് എത്രത്തോളമാണ് വെള്ളം വീഴുന്നതെന്ന്. വണ്ടിയെല്ലാം പതുക്കെ പോകുന്നു. കാറൊക്കെ ഫോർ ഇൻഡിക്കേറ്റർ ഇട്ടുള്ളൂ. പറമ്പിൽ നിന്നൊക്കെ കുത്തി ഒലിച്ച് വെള്ളം വന്ന് റോഡിന്റെ നടുക്കിലേക്ക് വീഴുന്നുണ്ട്. റോഡിന്റെ സൈഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം കെട്ടിക്കിടക്കല്ല, ഒഴുകി ഒഴുകി പോകുന്നതാണ്. പക്ഷെ നല്ല ചെളിവെള്ളം ഉണ്ട്. ഇതിൻ്റെ പതുങ്ങിയിരിക്കുന്ന ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ, വണ്ടി ചില ആളുകൾ ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോഴേക്കും, അതായത് റൈറ്റ് സൈഡിൽ വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് ചേർത്ത് വണ്ടി അങ്ങ് കൊണ്ടുപോകും. അപ്പോൾ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലെ ടയർ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ അത് ചീറ്റി തെറിക്കും. അപ്പുറത്ത് നിൽക്കുന്ന ആളുകളുടെ മേത്തിലേക്ക് തെറിക്കും എന്ന് മാത്രമല്ല പ്രശ്നമുള്ളത്, വെള്ളത്തിന് വേറൊരു പവറുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു പരിധിയിലേറെ സ്പീഡിൽ അല്ലെങ്കിൽ കുറച്ച് സ്പീഡിൽ 40 കിലോമീറ്റർ 60 കിലോമീറ്ററിൻ്റെ ഒക്കെ ആ ഒരു സ്പീഡിലേക്ക് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല ഇതുപോലുള്ള വെള്ളങ്ങളുടെ മുകളിൽ. അപ്പോൾ വെള്ളം നമ്മൾ എടുത്തെറിയും എന്ന് പറയും. ആക്ച്വലി അത് റിജക്റ്റ് ചെയ്യുന്ന, റിപ്പൽ ചെയ്യുന്ന, അത് ഭയങ്കര അപകടമാണ്. അതായത് കാർ തെന്നിപ്പോയി ഇടിക്കുക, അല്ലെങ്കിൽ കാറ് മറിയാനുള്ള സാഹചര്യം ഉണ്ടാവുക, അങ്ങനെയുള്ളതൊക്കെ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, മഴക്കാല യാത്രകളിൽ നന്നായി സൂക്ഷിക്കണം എന്നുള്ളത്. അധികമായി സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യേണ്ട സമയമാണ് മഴക്കാല ദിവസങ്ങൾ. നല്ല ഒന്നാന്തരം മഴയായിട്ട് വീട്ടിലിരുന്നാൽ പോരെ നിനക്ക് ഇന്നിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കും. പക്ഷേ ഇന്നലെ വൈകുന്നേരം വീട്ടിലിരുന്നപ്പോൾ എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും കുറയ്ക്കാനൊക്കെ തോന്നും. അതായത് നമുക്ക് എന്തെങ്കിലും ചെറിയ സ്നാക്സ് കഴിക്കാൻ തോന്നുന്ന ആ പരിപാടി. നോക്കിയപ്പോൾ ഒന്നുമില്ല, ബിസ്ക്കറ്റ് പോലും ഇല്ല. എന്നെ സംബന്ധിച്ച് ബിസ്ക്കറ്റ് എന്ന് പറയുന്ന സാധനത്തിന് ഭയങ്കര പ്രയോറിറ്റിയാണ് കേട്ടോ. എനിക്ക് ബിസ്ക്കറ്റ് ഇഷ്ടമാണ്, പല രീതിയിലുള്ള ബിസ്ക്കറ്റ്സിൽ. അതായത് ചിലത് സോൾട്ടിൻ്റെ ചെറിയ ടേസ്റ്റ് വരുന്നത്, ചിലത് മധുരമുള്ളത്, അങ്ങനെ പല രീതിയിലുള്ള പല കൈൻഡ് ഓഫ് ബിസ്ക്കറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ സാധാരണ എപ്പോഴും എൻ്റെ വീട്ടിൽ എപ്പോഴും സ്റ്റോക്കുള്ള രണ്ട് സാധനമാണ് കുറേ ബിസ്ക്കറ്റ് പാക്കറ്റ്സും കുറച്ച് ഐസ്ക്രീമും. അപ്പം ഐസ്ക്രീം ഞാൻ തനിയെ നിർത്തിയായിരുന്നു, കുറച്ച് കാലം മുന്നേ ഞാൻ നിർത്തി. അല്ലെങ്കിൽ എനിക്ക് തന്നെ അത് മോശമാണെന്നുള്ള മനസ്സിലാക്കിയതുകൊണ്ട് ഞാനങ്ങ് നിർത്തി. പക്ഷെ ബിസ്ക്കറ്റ് തീർന്നു, വേറെ സ്നാക്സ് ഒന്നും ഇല്ലാന്ന് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. എങ്കിൽ പിന്നെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തേക്കാം. ആസ് യൂഷ്വൽ കറങ്ങി തിരിഞ്ഞ് ഞാൻ എന്താ ഹോം ഫ്ലൈവേഴ്സിലെത്തി. ഇവിടെ നിന്നാണ് ബേക്കറി ഷോപ്പിംഗ്സ് മിക്കവാറും ഞാൻ ചെയ്യാറ്. ബിസ്ക്കറ്റ്സ് ദേ എൻ്റെ ഫേവറേറ്റ് വൺ, ബ്രൗൺ ചോക്ലേറ്റ് ബ്രൗണി. വേറൊരെണ്ണം കൂടി ഉണ്ട്, വൈറ്റ് ചോക്ലേറ്റ് ബ്രൗണി. അതിന് ടേസ്റ്റ് വ്യത്യാസമുണ്ട്, പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ സാധനം തീർന്നു പോയി. അതുകൊണ്ട് തൽക്കാലം ഞാൻ ബ്രൗൺ ചോക്ലേറ്റ് ബ്രൗണിയിൽ ഒതുങ്ങി. കാറിലിരുന്ന് ഭക്ഷണം കഴിക്കരുതെന്നാണ് പറയാറ്. ഞാൻ കാറിങ്ങനെ വൃത്തിയിടാക്കുന്ന ആളല്ല. എപ്പോഴും തന്നെ എൻ്റെ വണ്ടി ഞാൻ എപ്പോഴും വൃത്തിയായിട്ട് കൊണ്ട് നടക്കുന്ന ഒരാളാണ് കേട്ടോ, എനിക്കാവുന്ന വിധം. എന്നാലും വിശപ്പ് മൂത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ, ടവലൊക്കെ വടിയിൽ വിരിച്ചിട്ട് ഇരുന്ന് കഴിക്കുക. ഞാൻ ഹോം ഫ്ലൈവേസിൽ നിന്ന് ബിസ്ക്കറ്റ് വാങ്ങിയ കൂട്ടത്തിൽ ഒരു ചിക്കൻ റോളും ഒരു ചിക്കൻ കട്ട്ലേറ്റും വാങ്ങി. അവിടുത്തെ ചിക്കൻ റോളും ചിക്കൻ കട്ട്ലേറ്റും കൊള്ളാം കേട്ടോ, എനിക്കിഷ്ടമാണ്. അത്യാവശ്യം നിറയെ ഫില്ലിങ്സ് ഒക്കെ ഉണ്ട്. കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളിടത്തെ വെച്ച് നോക്കിയപ്പോൾ കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ട ഇവിടുത്തെയാണ്.
അതുകൊണ്ട് കട്ട്ലേറ്റും കൊള്ളാം. രണ്ടും ടേസ്റ്റ് ചെയ്തിട്ടാണ്, മുൻപും ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, കഴിച്ചിട്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങി കഴിച്ചിട്ടുള്ളത്. കഴിഞ്ഞു. ഇനി വീട്ടിൽ പോവാം. അപ്പോൾ സൺഡേ ക്രേവിങ്സ് അല്ലേ, മടി പിടിച്ചിരിക്കുന്നതാണെങ്കിലും മഴയൊക്കെ പെയ്തപ്പോൾ സ്നാക്സ് കഴിക്കാൻ ഇറങ്ങി, അത്യാവശ്യം ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി തിരിച്ച് വീട്ടിൽ കയറുന്നു. സോ എല്ലാവർക്കും ഹാപ്പി സൺഡേ.